CPM-ന്റെ തെറ്റുതിരുത്തൽ അതര വ്യായാമം മാത്രം. CPM തെറ്റുതിരുത്താൻ തയ്യാറല്ല എന്നതാണ് എൻ്റെ അനുഭവം എന്ന് ടി കെ ഗോവിന്ദൻ പറഞ്ഞു. ഇനിയൊരു ഇടവേള. ഇക്കാലം വരെ CPM തെറ്റുതിരുത്തിയിട്ടില്ല. തിരുത്തുമെന്ന് പറയുന്നത് വെറും പറച്ചിൽ മാത്രം. നേതൃത്വം മാറണമെന്ന് പറയാൻ താൻ ആളല്ല. പിണറായി വിജയൻ തോൽക്കുമെന്ന് തോന്നിയപ്പോൾ തനിക്കും വിഷമം തോന്നി. അതേ വിഷമം DCC പ്രസിഡന്റിന് പോലും തോന്നിയിട്ടുണ്ടാകും. PV അൻവർ നീക്കങ്ങളുമായി സഹകരിക്കില്ല. അൻവർ തന്നെ കാണാൻ ശ്രമിച്ചെങ്കിലും താൻ കൂട്ടാക്കിയില്ലെന്നും ടി കെ ഗോവിന്ദൻ പറഞ്ഞു. പറമ്പിൽ UDF-ന് ചരിത്ര വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. UDF പിന്തുണക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിച്ചത്. ആ വിജയത്തിനു വേണ്ടി പ്രവർത്തിച്ചത് UDF-ന്റെ ഉശിരുള്ള പ്രവർത്തകന്മാരായിരുന്നു. ചുരുങ്ങിയ സമയം മാത്രമാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്ക് ലഭിച്ചിരുന്നെങ്കിലും എല്ലാവരും അഹോരാത്രം പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ് തലത്തിലുണ്ടായത്. CPM-നകത്ത് നിലനിൽക്കുന്ന ജനാധിപത്യ വിരുദ്ധ നടപടിക്കെതിരെ, കുടുംബാധിപത്യത്തിനും അതുമൂലമുണ്ടാകുന്ന അഴിമതിക്കും എതിരെയിട്ടുള്ള ശക്തമായ പ്രതികരണമാണ് തളിപ്പറമ്പിലെ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിൽ നിന്ന് പാഠം പഠിക്കാൻ CPM തയ്യാറാകുമോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്ന ചോദ്യം. ഇന്ന് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ കാണാൻ വേണ്ടി കഴിയും. 10 വർഷക്കാലം ഭരിച്ച ഇടത് ജനാധിപത്യ മുന്നണിക്ക് കനത്ത തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. CPM-ന്റെ പല ശക്തി കേന്ദ്രങ്ങളുമാണ് തകർന്നടിഞ്ഞത്. ഇത് കാണിക്കുന്നത് CPM ഇന്ന് എടുക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. CPM നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടുകൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ല. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പൊ ജനങ്ങൾ ഞങ്ങളോടൊക്കെ ചോദിക്കുന്നത്. ഇനിയെങ്കിലും നിങ്ങളുടെ പാർട്ടി പാഠം പഠിക്കുമോ എന്ന ചോദ്യമാണ് CPM-കാരോട് ജനങ്ങൾ ചോദിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ഫലം CPM-നെ ഒരു പാഠം പഠിപ്പിക്കുന്ന ഒരു ഫലമായിരുന്നു. അത് UDF-ന് ഏറ്റവും ആവേശകരമായ ഒരു വിജയമാണ് ഈ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നൽകിയത്. തളിപ്പറമ്പിലെ ജനങ്ങൾ തീർത്തും വിശേഷിച്ചും CPM-ന്റെ കോട്ടയായിട്ടുള്ള തളിപ്പറമ്പിലെ കേന്ദ്രങ്ങളിലെല്ലാം ആ പാർട്ടിക്കെതിരായ ജനവികാരമാണ് പ്രകടമായിട്ടുള്ളത്. ആ ജനവികാരം തീർച്ചയായിട്ടും ഇവിടെ CPM-നെ തിരുത്തിക്കുന്നതിന് പ്രയോജനപ്പെടുമെങ്കിൽ ആ പാർട്ടിക്ക് രക്ഷയുണ്ടാവും. അല്ലെങ്കിൽ ആ പാർട്ടി ബംഗാളിന്റെ മാതൃകയിലേക്ക് ഇവിടുത്തെ കേരളത്തിലെ CPM-ഉം തകർന്നടിയും എന്ന കാര്യത്തിൽ ആരും സംശയമില്ല. തിരുത്താൻ തയ്യാറുണ്ടോ എന്ന ചോദ്യമാണ് ഈ കേരളത്തിലെ ജനങ്ങൾ CPM-നോട് ചോദിച്ചിട്ടുള്ളത്.